സാധാരണക്കാരായ നമ്മളൊക്കെ ചുരുങ്ങി ജീവിച്ചാണ് ചെറിയ തുകകൾ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നത്. അത് പിന്നീട് മക്കളുടെ വിവാഹമോ വീട് നിർമ്മാണമൊക്കെയോ വരുമ്പോൾ പിൻവലിക്കാമെന്ന് കരുതും. ഇങ്ങനെ വീടിന് സമീപത്തുള്ള സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ചതാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി സോമസാഗരം. കഴിഞ്ഞ ദിവസം ഇദ്ദേഹം നിക്ഷേപ തുക നെയ്യാറ്റിൻകരയ്ക്ക് സമീപം പെരുമ്പഴുതൂർ സഹകരണ ബാങ്കിൽ നിന്നും പിൻവലിക്കാനായി പോയി. പലതവണ ആവശ്യപ്പെട്ടിട്ടും ചെറിയ തുക മാത്രമാണ് നൽകിയത്. മകളുടെ വിവാഹം അടുത്തിട്ടും പണം തിരികെ കിട്ടിയില്ല. ഇതിന്റെ മനോവിഷമത്തിലായിരുന്നു സോമസാഗരം. ഒടുവിൽ ജീവിതം വഴിമുട്ടിയതോടെ ആ പിതാവ് ജീവനൊടുക്കിയെന്ന വാർത്തയാണ് പുറത്തു വന്നത്. നെയ്യാറ്റിൻകര മരത്തൂർ സ്വദേശി 55-കാരനായ സോമസാഗരമാണ് വിഷം കഴിച്ച് ജീവനൊടുക്കിയത്. പുല്ലിനടിക്കുന്ന വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ ഏപ്രിൽ 19-നാണ് സോമസാഗരത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയിലിരിക്കെ പുലർച്ചെയോടെയാണ് മരണം. നെയ്യാറ്റിൻകര പെരുമ്പഴുതൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാഞ്ഞതിനെ തുടർന്നാണ് ജീവനൊടുക്കിയതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. 3-4 മാസം കൊണ്ട് കിടന്ന് ചോദിക്കുന്നു. വീട് വന്ന് ഇടാൻ പോകണം ഒരു കാര്യം, പിന്നെ അതിന് പലരും ചോദിക്കണം കല്യാണത്തിന് വേണ്ടി. അപ്പോൾ 2 കാര്യം കൂടെ വെച്ചിട്ട് 2 ലക്ഷം കൂടി എടുത്ത് വീട് ഷീറ്റിടാനാണ് ആദ്യം ശ്രമിച്ചത്. അവർ പറഞ്ഞു നിന്റെ സൗകര്യം പോലെ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ബാങ്കുകാർ പിള്ളേരെ കൊന്നതല്ലേ. അത് 3-4 മാസം കൊണ്ട് ബാങ്കിൽ കയറി ഇറങ്ങുകയാണ് പൈസയ്ക്ക് വേണ്ടി. അവർ കൊടുത്തില്ല ചോദിച്ചിട്ട്. ഒരു ദിവസം എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞ് കുറച്ച് പൈസ പെരുമ്പഴുതൂർ ബാങ്കിലിട്ടൊക്കെയാണ്. ചോദിക്കുമ്പോൾ അവർ പറയും തരാം ഇങ്ങനെ പറയും. ഇങ്ങനെ ഇവിടുന്ന് ഓരോ ദിവസം പോയിക്കൊണ്ടേയിരിക്കും. അപ്പോഴൊരു ലേഡി സ്റ്റാഫ് പറഞ്ഞ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്ത് കാണിക്കുക, ബാക്കി വരും പോലെ എന്ന് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതുപോലെ ആശുപത്രിയിൽ ഈ വിഷം കുടിച്ചതിൻ്റെ ഞാൻ ആശുപത്രി പോയപ്പോൾ ഞാൻ അണ്ണൻ്റെ അടുത്ത് ചോദിച്ചു, അണ്ണ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ആ പെണ്ണിൻ്റെ മുഖമെങ്കിലും എണ്ണ ഒന്ന് നോക്കാത്തത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് നിനക്കൊന്നും അറിഞ്ഞുകൂടെ വിട്ടാ, പൈസ ഇതുപോലെ ചോദിച്ചിട്ട് തരുന്നില്ല, നിങ്ങൾക്കൊക്കെ ഒരു വീടായി എനിക്കൊരു വീട് പോലും ഇല്ല എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. 6 ലക്ഷം എന്തോ ആണ് കൊണ്ടിട്ടത്. 1 ലക്ഷം ഇടക്കാലത്ത് വാങ്ങി, കുറേ വീടെന്തോ പുതുക്കി പണിയാനെന്ന് പറയുന്നു. ബാക്കി ഇനി 5-30 ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ അതും വാങ്ങാനായിട്ട് മകൾക്ക് കല്യാണം ഒക്കെ ആയി വരണം വാങ്ങാനായിട്ട് കൂടെ പോകുമായിരുന്നു. പോകുമ്പോൾ അവർ ഓരോ ദിവസം മാറ്റി അങ്ങ് പറഞ്ഞു വിടും. കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിൽ 5 ലക്ഷം രൂപയാണ് സോമസാഗരം നിക്ഷേപിച്ചിരുന്നത്. പലതവണ ആവശ്യപ്പെട്ടിട്ടും ചെറിയ തുക മാത്രമാണ് നൽകിയത്. മകളുടെ വിവാഹാവശ്യത്തിന് തുക പിൻവലിക്കാൻ ശ്രമിച്ചപ്പോൾ സാധിക്കാഞ്ഞതിനെ തുടർന്ന് മനോവിഷമത്തിലായിരുന്നെന്നും ബന്ധുക്കൾ വ്യക്തമാക്കി. സംഭവത്തിൽ ബാങ്ക് അധികൃതർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് 18 നെയ്യാറ്റിൻകര.